സീരിയലിലൊക്കെ അഭിനയിക്കുന്ന സമയത്ത് ക്യാരക്ടേഴ്സിന് ഒരു പൊടിക്കൊക്കെ കൂട്ടി ചെയ്യേണ്ട വരുമല്ലോ ചിലപ്പോ. ഡ്രാമ, ഈ ക്ലോസപ്പ് ഷോട്ടൊക്കെ വരുമ്പോ കണ്ണ് അങ്ങനെയൊക്കെ ആ സാധനം ഇതേ അല്ലല്ലോ ഒരിക്കലും സിനിമ ഡിമാൻഡ് ചെയ്യുന്നത്. അത് ട്രാൻസിഷൻ എളുപ്പത്തിൽ നടക്കുമോ? നടക്കും. അത് ഓക്കെയാണ്. ബിക്കോസ് സിനിമ ഇപ്പൊ ഞാൻ കണ്ടതിലും അതാണ്. സീരിയൽ ഇപ്പൊ നിങ്ങൾ പറഞ്ഞ പോലെ ഓവർ ഡ്രാമ, എല്ലാത്തിനും ഓവർ എക്സ്പ്രഷൻ ആണ്. പക്ഷെ ഇതെങ്കിൽ ഇപ്പൊ നമ്മൾ സംസാരിച്ചോണ്ടിരിക്കും, ഇതാ അവിടെ സിനിമയിലും ഉണ്ടാവും. ക്യാഷ് എങ്ങനെ ഉണ്ടാവും അതുതാ അവിടെയും കാണിക്കും. അപ്പൊ ഇതിന്റെ ഡിഫറൻസ് എനിക്ക് ഇതായിട്ട് തോന്നിയില്ല. എങ്ങനെ ക്യാഷ് ഈ ഇപ്പൊ നമ്മൾ ബിഗ് ബോസിനകത്തൊക്കെ ഈ ശ്രീധു ഏതെങ്കിലും ഒരു മൂലയിലോ ഒക്കെ എവിടെയെങ്കിലും ഒക്കെ നിൽക്കായിരിക്കും. അപ്പൊ നിങ്ങളുടെ സംസാരങ്ങളിൽ ശ്രീധുവിന്റെ മുഖത്ത് വരുന്ന ചില ഭാവമാറ്റങ്ങളൊക്കെ ഉണ്ടാവും, ചില എക്സ്പ്രഷൻസ്, ഇവർ പറയുന്ന കമന്റൊക്കെ ഇവരുടെ മുഖം സംസാരിക്കണ്ടാവില്ല ശ്രീധു, പക്ഷെ മുഖത്തെ എക്സ്പ്രഷൻസ്, അങ്ങനെ ഓഡിയോ ഒരുപാട് റീലുകളൊക്കെ ഉണ്ട്. അപ്പൊ ഇതിനകത്ത് അങ്ങനെ ശ്രീധുവിന്റെ റിയാക്ഷൻസ് അങ്ങനത്തെ ഏരിയകളൊക്കെ ഉണ്ടാവും മദ്രാസ് മെന്റലില്? ഉള്ളതൊക്കെ തന്നെയാണ്. അല്ല നന്നായി നമ്മൾ ശരിക്കും പറഞ്ഞാൽ ഇപ്പൊ നിങ്ങൾ ഇത് ഇറങ്ങുമ്പോൾ കാണുമായിരിക്കും. നമ്മൾ ആ ടൈമിൽ നമുക്ക് എന്ത് ബെസ്റ്റ് കൊടുക്കാൻ നോക്കിയാൽ നമ്മൾ ചെയ്തിട്ടുണ്ട് ആ ടൈമിൽ. മേ ബി ഇത് അന്നേരം നമുക്ക് ബെസ്റ്റ് ആണെന്ന് തോന്നി. നമ്മളത് മാക്സിമം എഫേർട്ട് ഇട്ട് കളിക്കുന്നിടത്ത് കളിച്ച് ചിരിച്ച്, സീരീസ് ആണ് സീരീസ് ആയി കളിച്ച് ചിരിച്ച് നമ്മളെല്ലാം എൻജോയ് ചെയ്താണ് ചെയ്തത്. അപ്പം അത് നമുക്കങ്ങനെ നമ്മുടെ ക്യാരക്ടേഴ്സ് നെയിം അത് തന്നെയാണ്. എൻജോയ് ചെയ്തു അതിന് ലാസ്റ്റ്. കാരണം നമുക്ക് ക്രൂവിനൊക്കെ ഇഷ്ടപ്പെട്ട് നമ്മൾ ഡയറക്ടറാണ് പറയേണ്ടത്. ഡയറക്ടർ ഓക്കെ അല്ലെങ്കിൽ പുള്ളി അത് പറഞ്ഞ് എടുപ്പിക്കുന്നുണ്ട്. അത് ബാക്കി പ്രേക്ഷകർക്ക് അതെങ്ങനെയാണ് നമ്മളെ കയ്യിലല്ലോ. ഈ നമ്മള് ഇതിനകത്ത് കാണിക്കുന്ന ഒരു സ്ട്രഗ്ലിംഗ് ഫിലിം മേക്കറുടെ ഒക്കെ ഒരു ചെറിയ ഫേസ് ഉണ്ടല്ലോ. നമ്മള് ഒരു ടീസർ ഇറങ്ങിയപ്പോൾ അതിൽ കണ്ടായിരുന്നു, ഒരാള് ചെന്നൈയിലേക്ക് പോകുന്നതൊക്കെയായിട്ട് ബന്ധപ്പെട്ട ഒരു ചെറിയ ടീസറിൽ അത് ഒരു കഥാംശം പറയുന്നുണ്ടല്ലോ. അങ്ങനത്തെ ആളുകൾ കൂടി റിലേറ്റ് ചെയ്യാൻ പറ്റാവുന്നത് സിനിമയിനകത്തുണ്ടോ? ഇതില് കുറെ കാര്യങ്ങൾ റിലേറ്റ് ചെയ്യാൻ പറ്റും. കുറെ കാര്യങ്ങൾ അത് നമുക്ക് കാണാൻ മനസ്സിലാവും, റിലേറ്റ് ചെയ്യാൻ പറ്റും. ഈ നമ്മളെ ചെറുപ്പത്തിലൊക്കെ ഭയങ്കര ആവേശത്തിലുണ്ടല്ലോ കുറെ റൊമാൻറ്റിക് പടങ്ങളില്ലേ, പിന്നത്തെ ഒരു സെറ്റ് ഓഫ് ആളുകളോ ജനറേഷൻ വരുമ്പോൾ അത് ക്രിഞ്ചാന്നൊക്കെ ആളുകൾ പറയും. അങ്ങനെ ഫീൽ ചെയ്തിട്ടുണ്ടോ? അതായത് പണ്ട് നമ്മൾ ഒരുപാട് സെലിബ്രേറ്റ് ചെയ്ത കാര്യങ്ങൾ പ്രിന്റ് എന്താ ക്രിഞ്ചാന്ന് പറയണ ആളുകൾ അങ്ങനെ ശ്രദ്ധിച്ചിട്ടുണ്ടോ? ക്രിഞ്ച് അല്ലാന്ന് ഞാൻ ഫീൽ ചെയ്തിട്ടുണ്ട്. അതേതൊക്കെയാ? നോർമൽ വിഷയം ഇപ്പൊ പടത്തിന് അതന്നെ മൂവിയിൽ തന്നെ ഞാൻ പറയുന്നത്. ഇപ്പൊ മൂവിയിൽ അത് ഇയാളെ പറയാം കൊറേ ഉണ്ട്. അത് പക്ഷേ അല്ല ഇപ്പൊ ഇത് ക്രിഞ്ച് ഒന്നും അല്ല. നിനക്ക് അങ്ങനെ ഏറ്റവും ബെസ്റ്റ് ആയിട്ട് ഇപ്പൊ തോന്നുന്നത് എന്താണ്? ഇപ്പോഴും ക്രിഞ്ച് ആണോ? അല്ലല്ല, അന്നും ഇന്നും ഒരേപോലെ നിൽക്കണം. ചിലതൊക്കെ അന്ന് കണ്ടിട്ട് ബെസ്റ്റ് ഇപ്പൊ തോന്നും ക്രിഞ്ച് ആയിട്ട് തോന്നും. ഇല്ല എനിക്ക് അലൈപ്പായതേ തോന്നി. അലൈപ്പായത്തെ എന്താ ഫേവറേറ്റ് ആകാൻ കാര്യം? എനിക്കറിയില്ല, അത് ഇഷ്ടം. അലൈപ്പായ എല്ലാവർക്കും ഇഷ്ടമല്ല, അങ്ങനെ എല്ലാവർക്കും ഇഷ്ടമാണല്ലോ. ലവ്ന എല്ലാവർക്കും ഇഷ്ടമാണല്ലോ. ഏറ്റവും ഇഷ്ടപ്പെട്ട സീക്വൻസ് എന്താ അലൈപ്പായത്തല്ലേ? അലൈപ്പായതിൽ ആ ട്രെയിൻ സീൻ പ്രൊപ്പോസ് ചെയ്യുന്നത് അത് വെക്കാം. പിന്നെ കല്യാണമായിട്ട് ഒരു ഇതില് സ്റ്റേജ് ചെയ്യുന്നത് അതെല്ലാം ക്യൂട്ട് ആയിട്ടുണ്ടാവും. അത് ക്രിഞ്ചായിട്ട് തോന്നി, ക്യൂട്ട്. ഓക്കെ. ഈ നമ്മുടെ ഇൻസ്റ്റാഗ്രാമിലെ ആളുകൾ റീലുകളൊക്കെ ഇപ്പൊ ചെയ്യുന്ന സമയത്ത് അതിനെയും ആളുകൾ പറയുമല്ലോ ക്രിഞ്ചാണ്, അതാണ് ഇതാണെന്നൊക്കെ. അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കാറുണ്ടോ? അത് ക്രിഞ്ച് മീറ്റർ നമ്മൾ സെറ്റ് ചെയ്ത് വെക്കാറുണ്ടോ? എനിക്ക് ചിലത് കാണുമ്പോൾ ചിലപ്പോൾ അരോചകമായിട്ട് ചിലത് ഫീൽ ചെയ്യാറുണ്ടോ. ചിലത് കാണുമ്പോൾ നമുക്ക് മേ ബി ചിലപ്പം ചില കാലഘട്ടങ്ങൾ മാറുമ്പോഴത്തേക്കും ഇപ്പൊ എനിക്കിപ്പം ഞാൻ പണ്ട് ലോ വേസ്റ്റ് വരുന്നത്, ഇപ്പൊ എനിക്ക് ലോ വേസ്റ്റ് ഇടുമ്പോൾ എനിക്ക് ക്രിഞ്ചായിട്ട് തോന്നുന്നു. കാരണം ആ ടൈമിൽ നമ്മൾ എൻജോയ് ചെയ്ത് ഞാൻ ലോ വേസ്റ്റ് പാൻറ്റൊക്കെ മേടിച്ചിട്ട് കാലഘട്ടങ്ങൾ മാറുമ്പോഴത്തേക്കും നമ്മുടെ പെർസ്പെക്റ്റീവും നമ്മൾ കാണുന്ന കാഴ്ചപ്പാടുകൾ മാറി വരുന്നുണ്ട്. ചിലവർ അതിൽ തന്നെ നിൽക്കുന്നുണ്ട്. ഈ ശ്രീധു ചില റീലൊക്കെ ഇടുന്ന സമയത്ത് ചില സ്റ്റിക്കറുകളൊക്കെ ഇടുന്നത് കണ്ടിട്ടുണ്ട്, കമന്റായിട്ട് റീല് ജിഫ്. അത് എവിടുന്ന് ഒപ്പിക്കുന്നു? ആ കളക്ഷൻ എവിടെ നിന്ന് കിട്ടും? ടൈപ്പ് ചെയ്താൽ കിട്ടും അതില്. നമുക്കിപ്പോ ചിലവർ ഇപ്പം മെസ്സേജ് നമ്മൾ കോമെന്റ് ചെയ്യുമ്പോഴത്തേക്കും നമ്മുടെ ഇമോഷൻ അറിയാൻ പറ്റില്ല. ഇപ്പം ചിലപ്പം സൂപ്പർ എന്ന് പറയുന്നത് സീരിയസ് സൂപ്പർ, നമ്മൾ ജിഫ് ഇടുമ്പോഴത്തേനും നമ്മുടെ ഇമോഷൻ ആയിട്ട് കാണിക്കാൻ പറ്റും. ഈ ജാസ്മിൻ ഗബ്രിയുടെ കുറെ അവര് മറ്റേ കേജിൽ കിടന്ന എന്റെ റീലൊക്കെ ചില ജിഫൊക്കെ ചില റീലിന്റെ അടിയിലൊക്കെ പോയി കമന്റ് ഇട്ടത് ആളുകളത് വേറെ സെപ്പറേറ്റ് റീലുകളായിട്ട് ഇട്ട് ഓടിക്കുന്നുണ്ട്. അതിനെ പറ്റി അറിയാം? നിങ്ങളറിയാതെ തന്നെ വേറൊരു യൂണിവേഴ്സ് നടക്കുന്നുണ്ട്.
ബിഗ് ബോസ് ഒരു ഒരേ സമയം ബിഗ് ബോസിൽ വന്ന ആളുകളുടെ ലൈഫ് രണ്ട് രീതിയിലാണ് കണ്ടിട്ടുള്ളത്. ഒന്നിപ്പോൾ നമ്മൾ ഇപ്പോൾ സാഗർ ജുനേസിനൊക്കെ സംഭവിച്ച പോലെ വല്ലാത്തൊരു അപ്ലിഫ്റ്റ്മെന്റ് അവരുടെ ലൈഫിൽ നടക്കാറുണ്ട്. ചില ആളുകൾ പിന്നെ കാണാറില്ല, അവർ ഫെയ്ഡായ പോലെ നമുക്ക് തോന്നാറുണ്ട്. ഇപ്പോൾ തോന്നലുകളായിരിക്കാം കേട്ടോ. നിങ്ങൾക്ക് ബിഗ് ബോസ് കഴിഞ്ഞിട്ട് ആ ഒരു അറ്റൻഷൻ അല്ലെങ്കിൽ ആ ആളുകളുടെ ഒരു നിങ്ങൾക്കുള്ള ഒരു എക്സ്ക്ലൂസിവിറ്റി ഉണ്ടല്ലോ, അത് മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് കോൺഷ്യസ് ആയിട്ട് എഫേർട്ട് എടുക്കേണ്ടി വരാറുണ്ടോ? അതിന് വേണ്ടി അങ്ങനെയല്ല. ഇപ്പോൾ നിങ്ങൾ പറയുന്ന പോലെ ഫേഡ് ആവുന്ന ആ ഒരു സംഭവം വന്നിട്ട് ബിഗ് ബോസ് കഴിഞ്ഞ ശേഷം ഓരോ വർക്ക് വരും. അത് ചിലവർ വന്നിട്ട് ഫേഡ് ആവാണ്ടിരിക്കാൻ വേണ്ടി ആ വർക്ക് ഫുൾ കമ്മിറ്റ് ആയിക്കൊണ്ടേയിരിക്കും. എന്ത് വർക്ക് കിട്ടിയാലും അങ്ങനെ കമ്മിറ്റ് ആകും. അത് മേ ബി ചിലത് അങ്ങനെ പോവാം, ചിലർ വന്നിട്ട് ബെസ്റ്റിന് വേണ്ടി വെയിറ്റ് ചെയ്യും. സോ ചിലപ്പോൾ അത് ഡിലേ ആവാം, ബട്ട് ഫോർ ഷുവർ വരും അത് എപ്പടി ഇരുന്നാലും. പിന്നെ അത് വൈസായിട്ട് യൂസ് ചെയ്യണം. ചിലവർ യൂസ് ചെയ്യാണ്ടിരിക്കും, മേ ബി അതുകൊണ്ട് ഫേഡ് ആയിരിക്കാം. അല്ലാണ്ട് യൂസ് ചെയ്താൽ എനിക്കറിഞ്ഞിട്ട് വരും. അത് ബിഗ് ബോസ് പോയില്ലെങ്കിലും വരും, അതാണെന്നല്ല. ബിഗ് ബോസ് തന്നൊരു സെർച്ച് വാല്യൂ അത് പിന്നെ മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് കഷ്ടപ്പെടുന്ന പോലെ തോന്നിയിട്ടുണ്ടോ? ഇല്ല, ഞാൻ ബിഗ് ബോസിൽ പോയത് എനിക്ക് ഞാൻ എക്സിസ്റ്റ് ചെയ്യുന്ന അറിയിക്കാൻ വേണ്ടി, എനിക്ക് അവിടെ നിന്ന് ഓപ്പർച്യൂണിറ്റി കിട്ടാൻ വേണ്ടി. എനിക്ക് അതിനു മുമ്പ് എനിക്ക് വർക്ക് സ്കൂളിലുണ്ടായിരുന്നു, എനിക്ക് കൊമേഴ്ഷ്യൽ ഇഷ്ടം പോലെ കിട്ടുന്നുണ്ട്, അതിന് മുമ്പൊക്കെ ചെയ്തിട്ടുണ്ട്. അപ്പൊ അത് കഴിഞ്ഞ് എന്റെ കരിയറിനെ സ്വിച്ച് ചെയ്തു. എനിക്ക് ഇനി അതെല്ലാം എനിക്ക് അടുത്ത് ഡെവലപ്പ് ചെയ്യാൻ വേണ്ടി നോക്കുക. അല്ലാതെ ഇപ്പൊ നമ്മൾ ബിഗ് ബോസ് ലൈഫ് ലോങ് ബിഗ് ബോസിന്റെ ടൈറ്റിൽ വെച്ച് നമുക്ക് ജീവിക്കാൻ പറ്റില്ല. അതിൽ നിന്ന് കിട്ടുന്ന പോസിറ്റീവ് എടുത്തിട്ട് നമ്മളത് വർക്ക് ചെയ്യുക. കാരണം കുറെ സ്ട്രഗിൾ ചെയ്ത് എല്ലാവരും കുറെ സ്ട്രഗിൾ ചെയ്യുന്ന പ്ലാറ്റ്ഫോമാണ്. നമ്മൾ എങ്ങനെ ആ കിട്ടുന്ന ഫെയിമിൽ ആ കിട്ടുന്ന ഒരു നമ്മൾ പഠിക്കുന്ന കാര്യങ്ങൾ നമ്മൾ എങ്ങനെ എവിടെ യൂസ് ചെയ്യുന്നു അത് ഡിപ്പെൻഡ് ചെയ്തിരിക്കും. മഴസ്മറിൽ ഏതൊക്കെ യൂട്യൂബ് ചാനലുകളിലാണ് റിലീസ് ആവുന്നത്? അത് നമ്മുടെ ഇതിൽ അജിത്തേട്ടൻ്റെ തന്നെ ഓൺ ലവ് എന്നുള്ള അതിൽ തന്നെ ആയിരിക്കും. പുള്ളിക്കാരൻ പണ്ട് നമ്മുടെ ഓർമ്മയുണ്ട് സിദ്ധാർത്ഥ്, പണ്ട് സ്കൂളിലൊക്കെ പഠിക്കുന്ന സിദ്ധാർത്ഥും അതിഥി അതെ ആ പ്ലാറ്റ്ഫോമിലാണ്. അത് തന്നെ അവരുടെ തന്നെ സോങ് ആണ്. ഓക്കെ ഈ മറ്റേ മമ്മൂട്ടി കമ്പനിയുടെ സോഷ്യൽ മീഡിയ പേജസിലും പോസ്റ്റർ റിലീസ്. ഓക്കെ, അപ്പൊ എല്ലാവരും ഇങ്ങനത്തെ ഷോർട്ട് മൂവികളൊക്കെ ഒരു റെസ്യൂമേ ഒക്കെ ആയിട്ടാണ് ട്രീറ്റ് ചെയ്യുന്നത്. അപ്പൊ ഞാൻ ഇന്നലെ അനൂപ് കൃഷ്ണൻ എന്നുള്ള ബിഗ് ബോസിലെ പണ്ടത്തെ കണ്ടസ്റ്റന്റ് അദ്ദേഹവും ഇപ്പൊ അതുപോലെ ഒന്ന് ചെയ്തിട്ടുണ്ടായിരുന്നു ഒരു ഷോർട്ട് മൂവി തന്നെ. അപ്പൊ എല്ലാവരും ഇതിനെ നമ്മളിപ്പോ നമ്മുടെ ഈ റീസെന്റ് ആയിട്ട് മറ്റേ ബേസിലായിട്ട് ഒരു മൂവി ഇറങ്ങില്ല തൂമ്പ. അതെ ഇത് അല്ലാതെ തൂമ്പ മറ്റേ പ്രാവിൻകൂട് ഷാപ്പ്. നമ്മളെ എല്ലാത്തിലും നമ്മൾക്ക് ഇപ്പൊ ഈസിയാണ്. നമുക്ക് കഴിവുണ്ടെങ്കിൽ നമ്മളിപ്പോ ഒരു യൂട്യൂബിൽ ഏതെങ്കിലും ചാനൽ ഇട്ടാൽ അത് ആരെല്ലാം കാണും. ആ ഒരു പ്ലോട്ട് അല്ലെങ്കിൽ സ്റ്റഫ് നല്ലതാണെങ്കിൽ ഓഫ് കോഴ്സ് വളരും. ഇപ്പൊ ഈസിയാണ്. ഇപ്പൊ നമ്മുടെ ഈ ഒരു മദ്രാസ് മലറും ഇവരുടെ ഉദ്ദേശം മെയിൻ സ്ട്രീമിലേക്ക് കയറാൻ വേണ്ടി നമ്മളൊരു ഫസ്റ്റ് ടാബ്ലറ്റ് അതാണ് ടാലന്റ് ഷോക്കേസ്. നമ്മളിപ്പോ ടാലന്റ് ഇപ്പം അത് നല്ലൊരു ഇതാണെങ്കിൽ വ്യൂ കയറും, ഉറപ്പായിട്ടും കയറും. അത് അതിനെപ്പറ്റി കോമന്റ്സ് ഇപ്പം നമ്മുടെ ആ ഒരു ഫാൻ ബേസ് അല്ലാതെ ആ വർക്കിനെ പറ്റി സംസാരിക്കുന്നത് കേൾക്കാനാണ് ഞാൻ. ഈ ഫാൻ ബേസിനെ പറ്റിയൊക്കെ അവെയർ ആണോ? നിങ്ങളുടെ പേരിൽ വരുന്ന ഹാഷ്ടാഗ് ഒക്കെ സർജുൻ എന്നൊക്കെ പറഞ്ഞുള്ള സോറി അതിനെ പറ്റിയൊക്കെ അവെയർ ആണോ? ആളുകൾ അവരുടെ അഡോർ ചെയ്യുന്നു നിങ്ങളുടെ ബോണ്ടിങ്ങിനെ എന്നൊക്കെ പറ്റിയിട്ടൊക്കെ? ഡെഫിനറ്റ്ലി ആ ഒരു ഫാൻ ബേസും അല്ലെങ്കിൽ ആളുകൾക്ക് നിങ്ങൾ കാണാനുള്ള കൗതുകമൊക്കെ ഇതിൽ റിഫ്ലക്റ്റ് ആവട്ടെ. ഇനിയും ഒരുപാട് ഓപ്പർച്യൂണിറ്റീസ് വരട്ടെ. നേരത്തെ ഒരുപാട് നന്ദി, നമസ്കാരം.